നമസ്കാരം, നൗഷറാണേ. ഞാനിപ്പോൾ നമ്മുടെ ശൂരനാട് സ്കൂൾ വരെ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയണ്ടേ? നല്ല മനോഹരമായ ഒരു ഗേറ്റ് അബാക്കസിൻ്റെ മോഡലിലൊക്കെ പണിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. വണ്ടിയുടെ സ്ക്രാബ് വെച്ച് ഗേറ്റ് പണിയുക, അതേകൂട്ട് തന്നെ എന്താണ് എഞ്ചിൻ്റെയൊക്കെ പാർട്സൊക്കെ വെച്ച് ഗേറ്റ് പണി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് കണ്ടില്ലേ? അത് അടിപൊളിയായിട്ട് തന്നെ ദാണ്ട് ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഇവിടെ ഒരു ഹരിശ്രീ ഗണപതി നമ എന്നൊക്കെ ആ ഒരു സ്ലൈഡിനകത്ത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. എന്തായാലും ഈ വീണ്ടും ഉടമസ്ഥൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, എന്താണ് ഇങ്ങനെ ഒരു ഗേറ്റൊക്കെ പണിയാനുള്ള ഒരു എന്താണ് ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഒരു ആശയം തോന്നി, എന്താണെന്ന് ചോദിക്കാം. അതാണ്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ട് ആള്. എന്താ ഇങ്ങനെ ഒരു ഗേറ്റ് പണിയണമെന്ന് തോന്നിയത്? നമ്മുടെ സുഹൃത്ത് മാത്രമല്ല, നമ്മുടെ ബന്ധുവിടെ കൂടിയായ അനിത് കുമാർ അല്ലേ? ഞങ്ങളുടെ ഒരു പ്ലാൻ ഇട്ടതായിരുന്നു. പുള്ളിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ലേറ്റിന്റെ മോഡൽ ഗ്ലേറ്റ് ആയിരുന്നു. സ്ലേറ്റ് മാത്രമല്ല, പിന്നെ ഇതൊരു ഇംപ്രഷൻ ആയിരിക്കും. കുട്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കത്തില്ലയോ? അതെ തന്നെ. കാര്യം ഞാനും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ശൂരനാട് വരെ പോയിട്ട് ഞാൻ തിരിച്ച് പോകുന്ന വഴിയാ. അപ്പോഴാണ് ഈ സംഭവം കണ്ടപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഗേറ്റുകളൊക്കെ പണി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയ്ക്ക് ഇങ്ങനെ ഒരു ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഈ ഒരു അബാക്കസ് മോഡൽ ഒരു ഗേറ്റ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പണിയുണ്ട്. അപ്പൊ അതാണ്ട് അനിത് കുമാറിനാണ് കേട്ടോ ഈ ഒരു സംഭവം പണിഞ്ഞത്. അണ്ണാ, എന്താണ് ഇങ്ങനൊരു ഗേറ്റ് പണിയാനുള്ളൊരു ആശയം? ഇങ്ങനെ പണിയാനുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ, എനിക്ക് 4-5 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ലേ. പിന്നെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പിന്നെ കുഞ്ഞുങ്ങളെ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ മക്കൾക്ക് ഇതിനു മുമ്പ് സ്ലേറ്റ് വാങ്ങിച്ചപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ അന്ന് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഗേറ്റ് എവിടെയെങ്കിലും ഒന്ന് പണിഞ്ഞ് കൊടുക്കണമല്ലോ. അത് സ്വന്തം ബന്ധുവിനെ അളിയനെ പണി കൊടുത്തില്ല. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മണിസ്ലൈറ്റ് എന്ന് പറയും. ഞാൻ മണിസ്ലൈറ്റ്, കാര്യം നമുക്ക് മണിസ്ലൈറ്റ് മേടിക്കാനുള്ള സാധാരണ സ്ലൈറ്റ് അന്നേരം ഇറങ്ങുന്ന സമയം മണിസ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമാണ് അന്ന് മേടിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ ഇതിലെ പോകുന്ന പിള്ളേർക്കൊക്കെ കണ്ടില്ലേ, കാണാം. അത്രയ്ക്ക് നല്ലൊരു അടിപൊളിയായിട്ട് സ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. കാര്യം വേറെ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഓർഡർ വരുന്നുണ്ടോ? പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നു. നമ്മൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ മൺസ്ലൈറ്റ് മാത്രമാണോ, ഏത് രീതിയിലുള്ള സാധനം? എല്ലാ രീതിയിലുള്ളതും ചെയ്യും. എല്ലാ രീതിയിലുള്ള ഗേറ്റും ഫാബ്രിക്കേഷന്റെ എല്ലാ വർക്കും ചെയ്യുന്നതാണ്. എല്ലാ വർക്കും ആൾക്കാർക്ക് എങ്ങനെ വേണം ആ രീതി നമ്മൾ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ ചെയ്യും. നമ്മുടേതായ ഐഡിയയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുന്നതായിരിക്കും. അതല്ലേ. ശൂരനാട് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ചേട്ടൻ പേര് ചേട്ടാ? എൻ്റെ പേര് ശിവൻ. ഇതെങ്ങനെയുണ്ട് സംഭവം? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊന്നും ഇതൊരിക്കും പണിയിട്ടില്ലല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗേറ്റ് പണിയതല്ലേ? ഒരുപാട് സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഭയങ്കര അഭിപ്രായങ്ങളാണല്ലേ? അതെ. ഞാനൊരു കൂട്ടുകാരൻ നിലയ്ക്ക് അഭിമാനമുണ്ട്. ഇതുപോലുള്ള ഗേറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിത്തേട്ടനെ കോൺടാക്ട് ചെയ്തേട്ടെ. നമ്പർ എന്തായാലും ഞാൻ അനിത്തേട്ടൻ്റെ കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചാണ്, കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇത്രയും വലിയൊരു സ്ലേറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞോട്ട് ഹരിശ്രീ ഗണപതി നമ്മൾക്ക് എഴുതിയപ്പോൾ ഉണ്ട്. പിന്നെ ഒരു സ്ലേറ്റ് പെൻസിലും പണി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് ഇത്രയും നല്ലൊരു കാഴ്ച സമ്മാനിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ഗുഡ് ബൈ.